everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ 5th വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും നിങ്ങളുടെ ഒപ്പീനിയൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന 3 വാക്കുകളുണ്ട്. ഹാസ്, ഹാവ്, ഹാഡ് എന്നുള്ള 3 വാക്കുകൾ. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ്. എപ്പോഴാണ് ഹാസ്, എപ്പോഴാണ് ഹാഡ്, ഹാവ് ഒക്കെ യൂസ് ചെയ്യുക എന്ന് കൺഫ്യൂഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ ഈ ഒരു വീഡിയോയോട് കൂടി ക്ലിയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓരോ വേർഡ്സും ഹാസും ഹാവും ഹാഡും എപ്പോഴാണ് യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ വേർബ്സിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഞാനിവിടെ ഒരു സെൻറ്റൻസ് പറയാം. ഐ ലിവ് ഇൻ എ സ്മോൾ ടൗൺ. ഞാനൊരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ശ്രദ്ധിച്ചത്? ഇവിടെ സബ്ജക്റ്റായി ഐ വന്നപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയത് ലിവ് എന്നാണ്. ഐ ലിവ് ഇൻ എ സ്മോൾ ടൗൺ. ഇനി ഇവിടെ മാറി അവൻ ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ എങ്ങനെ നമ്മൾ പറയും? ഹി ലിവ്സ് ഇൻ എ സ്മോൾ ടൗൺ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഹി സബ്ജക്റ്റായി വന്നപ്പോൾ നമ്മൾ ഇവിടെ ലിവ് എന്നാണ് പറഞ്ഞത്, അല്ല ലിവ്സ് എന്നാണ് പറഞ്ഞത്. ഹി ലിവ്സ് ഇൻ എ സ്മോൾ ടൗൺ. അപ്പോൾ ഹി വന്നാലും ഷീ വന്നാലും, അതായത് സിംഗുലർ സബ്ജക്ട്സ് വന്നാൽ നമ്മൾ ഇവിടെ പ്രസന്റ് ടെൻസിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ വേർബിന് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യും. അപ്പോൾ പ്ലൂറൽ സബ്ജക്ട്സിനെ നമ്മൾ എങ്ങനെ എഴുതും? പ്ലൂറൽ സബ്ജക്ട്സിന് നമ്മൾ വേർബ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അതായത് ഐ ഏത് റൂളാണോ ഫോളോ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സ് ആയ വി, ദേ ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ദേ വെച്ച് എങ്ങനെ പറയാം? ദേ ലിവ് ഇൻ എ സ്മോൾ ടൗൺ, വി ലിവ് ഇൻ എ സ്മോൾ ടൗൺ. അതിൻ്റെ ഒപ്പം തന്നെ യു വന്നാലും നമ്മൾ എഴുതേണ്ടത് പ്ലൂറൽ സബ്ജക്ട്സിന്റെ പോലെ തന്നെയാണ്. യു ലിവ് ഇൻ എ സ്മോൾ ടൗൺ എന്നാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഡൗട്ടാണ്. ഞാൻ പറഞ്ഞു സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ ഇവിടെ വേർബിന് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ സിംഗുലർ ആണെങ്കിലും എന്താണ്, ഐക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ഐ ലിവ്, യു ലിവ്, വി ലിവ്, ദേ ലിവ്, ഹി ലിവ്സ്, ഷീ ലിവ്സ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രസന്റ് ടെൻസിലെ കാര്യമാണ് പറഞ്ഞത്, പ്രസന്റിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് പാസ്റ്റിലേക്ക് ആക്കണമെങ്കിലോ? പാസ്റ്റിലേക്ക് ആക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത്? വേർബ് ലിവ് എന്നുള്ള വേർബ് എങ്ങനെയായി മാറും? ലിവ്ഡ് എന്നായി മാറും. അതായത് നമ്മളൊരു ഇ ഡി ആഡ് ചെയ്തപ്പോൾ ആ വേർബ് എന്തായി? പാസ്റ്റായി, V2 ഫോം ആയി. അപ്പൊ ഇവിടെ നമ്മൾ സബ്ജക്ട്സിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏത് സബ്ജക്റ്റ് വന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? V2 ഫോം ആണ് എഴുതേണ്ടത്. മിക്ക വേർബ്സിനും ഇ ഡി ആഡ് ചെയ്യുമ്പോൾ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യും. നമ്മളൊരു വേർബിനെ എങ്ങനെയൊക്കെ കണ്ടു? ലിവ് എന്ന് കണ്ടു, ലിവ്സ് എന്ന് കണ്ടു, ലിവ്ഡ് എന്നും കണ്ടു. മനസ്സിലായോ? അപ്പോൾ ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ ഹാസ്, ഹാവ്, ഹാഡ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, എനിക്കൊരു പരീക്ഷയുണ്ട്. ഇതെങ്ങനെ നമ്മൾ പറയും? ഐ ഹാവ് ആൻ എക്സാം എന്ന് പറയും. അപ്പോൾ എനിക്കുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എഴുതും. എന്താണുള്ളത്? വാട്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ ചെയ്യാൻ പറ്റുക? ഒരു പരീക്ഷയാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ആൻ എക്സാം എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇനി അവൾക്കൊരു പരീക്ഷയുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഷീ ഹാസ് ആൻ എക്സാം. അപ്പൊ ഇവിടെ നമ്മൾ തൊട്ട് മുൻപ് ലിവ് എന്നുള്ള വേർബിനെ കുറിച്ച് നമ്മൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഹാസ്, ഹാവ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ? ഹാസ് നമ്മൾ യൂസ് ചെയ്യുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഹാസിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3 ലെറ്റേഴ്സ് അല്ലേ? എന്നാൽ ഹാവിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 3 ലെറ്റേഴ്സ് ഉള്ള ഹാസ് കുറച്ച് പേരേ ഉള്ളൂ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഹാസ് നമ്മൾ യൂസ് ചെയ്യുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. അതായത് ഹി ഓർ ഷീയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാസ് യൂസ് ചെയ്യും.
എന്നാൽ ഐ, യു, ദേ, വി സബ്ജക്ട്സ് ആയി വരുമ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഹാവ് യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഹാവിന് 4 ലെറ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ ഹാവ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതിൽ ഐ എക്സെപ്ഷണൽ കേസ് ആണ്. അപ്പൊ യു, വി, ദേയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാവ് ആണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? ഇനി നമുക്ക് എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറയണം, അതായത് പാസ്റ്റിലെ കാര്യം. അപ്പൊ ഇപ്പോ എനിക്കൊരു പരീക്ഷ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എൻ എക്സാം എന്ന് പറഞ്ഞു. അവൾക്കൊരു പരീക്ഷ ഉണ്ടെന്ന് പറയാൻ ഷീ ഹാസ് എൻ എക്സാം, ഹി ഹാസ് എൻ എക്സാം, ദേ ഹാവ് എൻ എക്സാം, വി ഹാവ് എൻ എക്സാം എന്ന് നമുക്ക് പറയാൻ ഇപ്പം അറിയാം. ഇനി ഇതൊക്കെ മാറി എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഐ ഹാഡ് എൻ എക്സാം എന്ന് പറയും. അപ്പൊ ഹാഡ് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഐ ഹാഡ് എൻ എക്സാം എന്ന് പറഞ്ഞു എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറയാൻ. അപ്പൊ ഏത് സബ്ജക്റ്റ് വന്നാലും നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യുക പാസ്റ്റിലെ കാര്യം പറയാൻ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. നമ്മൾ സിംഗുലർ സബ്ജക്ട്സിന് നമ്മൾ ഹാസ് യൂസ് ചെയ്യും, പ്ലൂറൽ സബ്ജക്ട്സിന് അതിൻ്റെ ഒപ്പം തന്നെ ഐയുടെ കൂടെയും നമ്മൾ ഹാവ് യൂസ് ചെയ്യും. എന്നാൽ പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഏത് സബ്ജക്റ്റ് വന്നാലും നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ ലിവ് എന്നുള്ള വേർബിന് നമ്മൾ എസ് ആഡ് ചെയ്തപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? ലിവ്സ് എന്ന് കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ അത് പാസ്റ്റിലേക്ക് ആക്കി നമ്മൾ എന്താ ചെയ്തത്? ഒരു ഇ ആഡ് ചെയ്തപ്പോൾ ലിവ്ഡ് എന്നുള്ള വാക്കും നമുക്ക് കിട്ടി. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ വേർബിന്റെ ബേസ് ഫോം എന്ന് പറയുന്നത് ഹാവ് ആണ്. ഹാവ് എന്നുള്ള വേർബിന് നമ്മൾ എന്താണ് ആഡ് ചെയ്ത്? എസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഹാസ് എന്നുള്ള വാക്ക് കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ ഹാവ് എന്നുള്ള വേർബിന് നമ്മൾ ഇ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഹാഡ് എന്നുള്ള വാക്ക് കിട്ടി. മനസ്സിലായോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴാണ് ഹാസ്, ഹാവ്, ഹാഡ് യൂസ് ചെയ്യുക എന്നാണ്. നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെങ്കിലും ഒരു ഉടമസ്ഥനാണ് എന്ന് കാണിക്കാൻ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊസഷൻ ഓർ ഓണർഷിപ്പ് കാണിക്കാൻ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോൾ എനിക്ക് മനോഹരമായ ഒരു വസ്ത്രമുണ്ട് എന്ന് പറയണം. അപ്പോൾ എനിക്കുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ എനിക്ക് എന്ന് പറയുമ്പോൾ ഞാനിവിടെ പറയുന്നത് എന്നെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഐ ആണ്. അപ്പോൾ ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡ്രസ് എന്ന് പറയും. ഇനി ഇതേ സെന്റൻസ് ഞാൻ ചെറുതായി ഒന്ന് മാറ്റി നിങ്ങളോട് പറയാണ്. അപ്പം നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. അവൾക്ക് ഒരു മനോഹരമായ പൂന്തോട്ടം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം അവൾക്ക് മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷീ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അവൾക്കുണ്ടായിരുന്നു എന്ന് പറയാൻ ഷീ ഹാഡ് എന്താണ് ഉണ്ടായിരുന്നത്? ഒരു മനോഹരമായ പൂന്തോട്ടമാണ്. എ ബ്യൂട്ടിഫുൾ ഗാർഡൻ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? കഴിഞ്ഞ കൊല്ലാണ്. അപ്പൊ ഇത് മുൻപത്തെ കാര്യമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാഡ് യൂസ് ചെയ്തത്. അപ്പൊ ഷീ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയണം അവനൊരു ചുവന്ന കാറുണ്ട് എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഹി ഹാസ് എ റെഡ് കാർ എന്ന് പറയും. ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, ഞങ്ങൾക്ക് 2 പൂച്ചകളുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? വി ഹാവ് 2 cats എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാന്നറിയോ? ചില ബന്ധങ്ങളെ കുറിച്ചൊക്കെ പറയാനാണ്, റിലേഷൻഷിപ്സിനൊക്കെ കുറിച്ച് പറയാൻ നമ്മൾ യൂസ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, എനിക്കൊരു സഹോദരനുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ ഹാവ് എ ബ്രദർ എന്ന് പറയും. ഇനി അവൾക്കൊരു സഹോദരനുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? ഷീ ഹാവ് എ ബ്രദർ എന്നാണോ? അല്ല, ഷീ ഹാസ് എ ബ്രദർ എന്ന് പറയും. ഇനി എനിക്ക് 2 കുട്ടികളുണ്ട് എന്ന് പറയണം. നമ്മൾ എങ്ങനെ പറയും? ഐ ഹാവ് 2 children അല്ലെങ്കിൽ ഐ ഹാവ് 2 kids എന്ന് പറയും. ഇനി അപ്പം ഞാൻ നിങ്ങൾക്ക് ആ സെന്റൻസ് കുറച്ച് മാറ്റി നിങ്ങളോട് പറയാണ്. അപ്പം നിങ്ങളത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ കേട്ടോ. റോണിക്ക് ഒരു ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇവിടെ ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് റോണിയെ കുറിച്ചാണ്. അപ്പൊ റോണി സിംഗുലർ ആണ്. അപ്പൊ റോണി ഹാസ് ഒരു ഭാര്യയാണ്, എ വൈഫ്, ആൻഡ് 2 കുട്ടികളുണ്ട്, 2 kids എന്ന് പറയും. അപ്പൊ റോണി ഹാസ് എ വൈഫ് ആൻഡ് 2 kids എന്ന് പറയും. മനസ്സിലായോ? ഇനി എനിക്ക് പറയണം അവൾക്ക് കെയർ ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷീ ഹാസ് എ കെയറിംഗ് ഫ്രണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആ സുഹൃത്തിനെ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്?
കെയർ ചെയ്യുന്ന സുഹൃത്ത് എന്നാണ്. അപ്പൊ കെയറിങ് ഫ്രണ്ട് എന്ന് പറയും. നമ്മൾ അവിടെ ഒരിക്കലും ഷീ ഹാസ് അല്ലെങ്കിൽ ഹി ഹാസ് എ കെയർ ഫ്രണ്ട് എന്ന് നമ്മൾ പറയില്ല. ഹി ഹാസ് എ കെയറിങ് ഫ്രണ്ട് എന്ന് പറയും. ഇനി ഇവിടെ അത് മാറി ഹി ഹാസ് ആൻ ഓണസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാലോ, അത് ശരിയാണ്. നമ്മൾ ഒരിക്കലും അവിടെ ഓണസ്റ്റിന്നോ നമ്മൾ യൂസ് ചെയ്യില്ല. ഹി ഹാസ് ആൻ ഓണസ്റ്റ് ഫ്രണ്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ ആൻ എന്തുകൊണ്ടാണ് യൂസ് ചെയ്തതെന്ന് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇവിടെ നമ്മൾ ഓണസ്റ്റ് എന്നാണ് പറഞ്ഞത്, HIൽ സൈലന്റ് ആണ്. അപ്പൊ അവിടെ വോവൽ സൗണ്ട് അല്ല വരുന്നത്. ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ ഹി ഹാസ് ആൻ ഓണസ്റ്റ് ഫ്രണ്ട് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓണർഷിപ്പിന്റെ കാര്യം, അതുപോലെ തന്നെ റിലേഷൻഷിപ്സിന്റെ ഒക്കെ കാര്യം. ഇപ്പൊ ഓണർഷിപ്പിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ എനിക്ക് പറയണമെന്ന് വിചാരിക്കുക, എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ കാർ എന്ന് നമ്മൾ പറയും. പക്ഷെ അവിടെ ഒരിക്കലും നമ്മൾ ഐ എം ഹാവിങ് എ കാർ എന്നൊരിക്കലും പറയില്ല. അതുപോലെ തന്നെ റിലേഷൻഷിപ്സ് ഒക്കെ പറയുന്ന സമയത്ത് എനിക്കൊരു ചേച്ചി ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഹാവ് ആൻ എൽഡർ സിസ്റ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതേ സെന്റൻസ് നമ്മൾ ഒരിക്കലും ഐ എം ഹാവിങ് ആൻ എൽഡർ സിസ്റ്റർ എന്ന് ഒരിക്കലും പറയില്ല. ഐ ഹാവ് ആൻ എൽഡർ സിസ്റ്റർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നവർ പോലും ഈ ഒരു തെറ്റ് വരുത്താറുണ്ട്. ഐ എം ഹാവിങ് എ ബ്രദർന്നോ അല്ലെങ്കിൽ ഷീ ഈസ് ഹാവിങ് എ സിസ്റ്റർന്നോ അങ്ങനെയൊന്നും നമ്മൾ പറയില്ല. ഷീ ഹാസ് എ സിസ്റ്റർ, ഐ ഹാവ് എ ബ്രദർ, അങ്ങനെയാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി നമ്മൾ എപ്പോഴാണ് ഹാസ്, ഹാവ്, ഹാഡ് യൂസ് ചെയ്യാന്നറിയോ? നമ്മൾ ചില ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയാൻ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കും. അതായത് സവിശേഷതകളാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരാളുടെ ആകാം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയും ആവാം. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, അവൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം ഉണ്ട് എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷീ ഹാസ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. മനസ്സിലായോ? ഇനി നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ പോവാന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ നമ്മളോട് പറയും ഈ ഫോണിന് നല്ല ഹൈ റെസല്യൂഷൻ ക്യാമറ ഉണ്ട് എന്ന് പറയും. അതായത് ഇവിടെ റെസല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസിന് നല്ല ക്ലാരിറ്റി ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും നമ്മുടെ അടുത്ത് പറയാ? ദ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഫോൺ എന്ന് പറയുന്നതിൽ നല്ലത് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നതാണ്. ദ സ്മാർട്ട് ഫോൺ ഹാസ് എ ഹൈ റെസല്യൂഷൻ ക്യാമറ എന്ന് പറയും. മനസ്സിലായോ? ഇനി നമുക്ക് പറയണം അവർക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, അതായത് കുറേ സ്പേസ് ഉള്ള ലിവിംഗ് റൂം ഉണ്ട് എന്ന് പറയണം. അതായത് വിസ്തീർണമായിട്ടുള്ള സ്വീകരണ മുറി ഉണ്ട് എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ദേ ഹാവ് എ സ്പേഷ്യസ് ലിവിംഗ് റൂം എന്ന് പറയും. ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അവന് വ്യത്യസ്തമായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റിലെ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ അത് ഇംഗ്ലീഷിൽ പറയാം, he had a distinctive hairstyle എന്ന് പറയും. അപ്പോൾ ഇവിടെ ഡിസ്റ്റിങ്റ്റീവ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയില്ലേ, വളരെ യുണീക്കായ, അതായത് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ he had a distinctive hairstyle എന്ന് പറയും. ഇനി നമ്മൾ എപ്പോഴാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുക എന്നറിയോ? നമ്മൾ ചില ഇൽനെസ്സസിനെ കുറിച്ച് പറയാൻ, അതായത് നമ്മുടെ ചില വയ്യായകളെ കുറിച്ച് പറയാൻ നമ്മൾ ഈ വേർഡ്സുകൾ യൂസ് ചെയ്യും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, അവൾക്ക് നല്ല കഠിനമായ തലവേദന ഉണ്ട് എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷീ ഹാസ് എ സിവിയർ ഹെഡേക്ക് എന്ന് പറയും. അപ്പോൾ ഷീ ഹാസ്, അവൾക്കുണ്ട് എന്താണ്? എ സിവിയർ ഹെഡേക്ക്, കഠിനമായ തലവേദനയാണ്. മനസ്സിലായോ? ഇനി എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, അവന് കഴിഞ്ഞ ആഴ്ച വിട്ടുമാറാത്ത ചുമയുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സെന്റൻസ് നമ്മൾ ഇങ്ങനെ എഴുതാം. അപ്പൊ അവന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. അപ്പൊ ഹി ഹാഡ്. അപ്പൊ ഹി ഹാഡ് വാട്ട്? എന്താണ് ഉണ്ടായിരുന്നത്? വിട്ടുമാറാത്ത ചുമയാണ്. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? എ പെർസിസ്റ്റന്റ് കോഫ്. എപ്പോഴാണ്? കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് വീക്ക്. അപ്പൊ ഹി ഹാഡ് എ പെർസിസ്റ്റന്റ് കോഫ് ലാസ്റ്റ് വീക്ക് എന്ന് പറയും. മനസ്സിലായോ? ഇനി പേഷ്യന്റിന് നല്ല പനിയുണ്ടായിരുന്നു ഇന്നലെ, അതായത് പേഷ്യന്റിന് ഇന്നലെ നല്ല പനിയുണ്ടായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ദ പേഷ്യന്റ് ഹാഡ് ഹൈ ഫീവർ യെസ്റ്റർഡേ എന്ന് പറയും. മനസ്സിലായോ? ഇനി നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഹാസും ഹാവും ഹാഡും യൂസ് ചെയ്യാന്നറിയോ? നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ചോ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചോ പറയുമ്പോൾ നമ്മൾ ഹാവ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ പറയില്ലേ, ഞങ്ങൾ 9 മണിക്കാണ് അത്താഴം കഴിക്കാറുള്ളത് എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ സെന്റൻസുകളൊക്കെ പറയാൻ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? വി ഹാവ് ആ ഡിന്നർ അറ്റ് 9 എന്ന് പറയും. ഇനി
ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് കഴിച്ചത് എന്ന് പറയണം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇപ്പൊ ഉച്ചയാണ് എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ പറയാണ് ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് കഴിച്ചത്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? ഐ ഹാഡ് ഇഡ്ലീസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ഡലിയാണ് കഴിച്ചത് എന്ന് പറയാൻ. അപ്പൊ ഇപ്പൊ ഉച്ച ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹാഡ് യൂസ് ചെയ്തത്. രാവിലത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഹാസ്, ഹാവ് അല്ലെങ്കിൽ ഹാഡ് നമ്മൾ യൂസ് ചെയ്തത് കണ്ടത് ഇവിടെ മെയിൻ വേർബ് ആയിട്ടാണ് ഓരോ സെന്റൻസിലും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇനി ചില സെന്റൻസുകളുണ്ട് അവിടെ നമ്മൾ മെയിൻ വേർബ് ആയിട്ടല്ല, നമ്മൾ ഹെൽപ്പിംഗ് വേർബ് ആയിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷിന് മാത്രം ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എനിക്കൊരു കാറുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ കാർ. ഇനി എനിക്കൊരു കാർ ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ കാർ. നിങ്ങൾക്കൊരു കാർ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എ കാർ എന്ന് ചോദിക്കാൻ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇത് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഒരു ഇളയ സഹോദരനുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.